രേവതി കാലത്ത് പൂ വിൽക്കാൻ പോയ സന്ധ്യ കഴിഞ്ഞാ മടങ്ങി വരുന്നത്. ഇപ്പൊ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നേ. എന്നെ ആർക്കൊരു വിലയും ബഹുമാനവും ഇല്ലാതായി. 3 മരുമക്കളും കൂടി ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെക്കണം. ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മോളെ ശ്രുതി, നാളെ മുതല് ഞാൻ നിന്റെ കൂടെ പാർലറിലേക്ക് വരാൻ പോവാണ്. പാർലറിൽ വന്ന് നിന്നെ എല്ലാത്തിനും ഞാൻ സഹായിക്കാം എന്ന് ചന്ദ്ര പറയുന്നത് കേട്ട് ശ്രുതി ഒരു നിമിഷം ഷോക്കാവുന്നുണ്ട്. ആന്റി, അവിടെ നിങ്ങൾക്ക് പറ്റിയ ജോലിയൊന്നുമില്ല എന്ന് ശ്രുതി പറഞ്ഞപ്പോ, പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ, കണ്ടവളുമാർക്ക് വെച്ചു വിളമ്പാൻ എന്നെ കിട്ടില്ല എന്ന് രേവതിയെ നോക്കി പറയുന്നുണ്ട് ചന്ദ്രമതി. ആന്റിയുടെ സ്കില്ലിനനുസരിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാലോ. ആന്റി നന്നായിട്ട് ഡാൻസ് കളിക്കില്ലേ, ഭരതനാട്യം. ഒരു ഭരതനാട്യം സ്കൂൾ അങ്ങ് തുടങ്ങിക്കൂടെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ, അത് നല്ലതാണെന്ന് ചന്ദ്രയ്ക്കും തോന്നുകയാണ്. ചന്ദ്രമതി ഡാൻസ് സ്കൂൾ, അതൊന്ന് സ്റ്റാർട്ട് ചെയ്യ്. ആന്റിയുടെ ഡാൻസ് കണ്ട് ഒരുപാട് പേര് ഇവിടെ പഠിക്കാൻ വരും. അതിലൂടെ ആന്റിക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പോ, ഈ വീട്ടിൽ തന്നെ തുടങ്ങാമെന്ന് ചന്ദ്ര തീരുമാനിക്കുകയാണ്. എടി രേവതി, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ചന്ദ്രമതി ഡാൻസ് സ്കൂള് അത് വളർന്ന് ചന്ദ്ര ഡാൻസ് അക്കാദമിയായി ലോകം മൊത്തം അറിയപ്പെടും. അപ്പോഴും നീ പൂക്കടയും വെച്ച് ഇതേ ലെവലിൽ തന്നെ ഇവിടെ ഇരിക്കും. അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് രേവതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ഈ പ്രായത്തിൽ ഇതൊക്കെ വേണോ? നിനക്കെന്താ വട്ടുപിടിച്ചോ? ഈ വീട് നീ ഒരു സ്കൂളാക്കി മാറ്റാൻ പോവാണോ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ, അതെ രവിയേട്ടാ, ഈ വീട്ടിലിപ്പോ എനിക്കൊരു ബഹുമാനം ഇല്ലാതായി. കാരണം ഈ വീട്ടിലുള്ള എല്ലാരും സമ്പാദിക്കാൻ തുടങ്ങി, ഞാൻ മാത്രം വീട്ടിലിരിക്കുന്നു. എന്റെ വിലയും ബഹുമാനവും ഒക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. ഈ ചന്ദ്രമതി ഇനി പുതിയ ആളാവാൻ പോവാണ്. എന്റെ ഈ മാറ്റം നിങ്ങൾ കണ്ടോ? എന്റെ മരുമകള് ശ്രുതിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അതുകൊണ്ടല്ലേ മോള് നല്ലൊരു ഐഡിയ എനിക്ക് തന്നത്. അങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോ, ആന്റി സൂപ്പർ ആയിട്ടുണ്ട്. ഈ പ്രായത്തിലും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്ന് ആന്റി ആഗ്രഹിച്ചില്ലേ എന്ന് വർഷ പറയുന്നുണ്ട്. അത് മാത്രമല്ല മോളെ, ഇവിടെ ചിലർക്കൊരു വിചാരമുണ്ട്, അവർക്ക് മാത്രമേ സമ്പാദിക്കാൻ പറ്റൂന്ന്. അവരെക്കാൾ കൂടുതൽ ഈ ചന്ദ്രമതി സമ്പാദിച്ച് കാണിച്ചു കൊടുക്കും. ഒരു മാസം 2000 രൂപ വെച്ച് ഞാൻ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് വാങ്ങും. അപ്പോൾ 40 സ്റ്റുഡൻറ്റ് വന്നാൽ മാസം 80,000 രൂപ സമ്പാദിക്കാൻ പറ്റും. ഇനി പോകുന്നവരും വരുന്നവരും എന്നോട് പൂക്കൾ ചോദിക്കില്ല. പെട്ടെന്ന് തന്നെ ഈ ചന്ദ്രമതി ആരാണെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരും. അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഞാൻ വിരുന്ന് തരാൻ പോവാണ്. എടാ ശ്രീകാന്ത്, ഞാൻ പറഞ്ഞ സദ്യ വാങ്ങിച്ചില്ലേ, എല്ലാരും പോയി ആ സദ്യ എടുത്ത് കഴിക്ക്. നാളെ തന്നെ എന്റെ ഡാൻസ് സ്കൂള് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ശ്രുതി, വീട്ടിന് മുന്നിൽ നർത്തകി ചന്ദ്രമതി എന്ന് ഒരു ബോർഡ് വെച്ച് എന്റെ ഫോട്ടോയും പ്രിന്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ എല്ലാരെയും വിളിച്ചു വരുത്തുവാണ് ചന്ദ്ര. ആരാമേ ഉദ്ഘാടനം ചെയ്യുന്നേ എന്ന് ശ്രുതി വന്ന് ചോദിക്കുമ്പോ, ഒരു VIP വരാനുണ്ട്, അവര് വന്നാലുടൻ വിളക്ക് കൊളുത്തി ചടങ്ങ് ആരംഭിക്കാം എന്ന് ചന്ദ്ര പറയുകയാണ്. അതാരാ ചന്ദ്രേ അത്രയും വലിയ VIP എന്ന് അച്ഛൻ ചോദിക്കുമ്പോ, ഭരതനാട്യത്തില് പേരെടുത്ത വലിയ നർത്തകിയാണോ, അവരാണോ VIP എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതിനു മേലെ ഒരു VIP ആടി എന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് വർഷയുടെ മമ്മി കാറിൽ നിന്നിറങ്ങി വരുവാണ്. അത് കണ്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പക്ഷെ ഇവർക്ക് വല്ല വട്ടുമുണ്ടോ? ഇത്ര വയസ്സായിട്ടും ഡാൻസ് സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നാണക്കേടായി, അതിൽ എന്നെയും കൂടെ ക്ഷണിച്ചിരിക്കുന്നു എന്ന് ശപിച്ചുകൊണ്ട് അവരകത്തേക്ക് കയറുന്നുണ്ട്. VIP വന്നു, ആരതി എടുക്ക് രേവതി എന്ന് പറഞ്ഞു ചന്ദ്ര അവരെ സ്വീകരിക്കുവാണ്. ഇതാണോ വലിയ VIP? ഞാൻ കരുതി വലിയ സിനിമാ നടിയായിരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട്. വർഷയുടെ അമ്മയ്ക്ക് നല്ല രാശിയുള്ള കൈയാണ്. ഈ കൈ കൊണ്ട് ബിസിനസ് തുടങ്ങിയാലേ അത് നല്ലതാവും എന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ട് സുധ വിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനി വർഷമോള് വന്ന് വിളക്ക് കത്തിക്ക് എന്ന് ചന്ദ്ര പറഞ്ഞപ്പോ രവിയേട്ടൻ ആകെ വല്ലാതാവുകയാണ്. എന്തൊക്കെ അച്ഛാ ഇത്? അച്ഛനല്ലേ കുടുംബത്തിലെ വലിയ ആള്, എന്നിട്ട് അച്ഛനെ വിളക്ക് കൊളുത്താൻ വിളിച്ചില്ല എന്ന് സച്ചി പറയുമ്പോ, വിട്ടേക്കടാ, ചന്ദ്ര അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തോട്ടെ, നീ വിട്ടേക്ക് എന്ന് പറഞ്ഞു നിൽക്കുവാണ് രവിയേട്ടൻ. ആന്റി, എന്റെ ഐഡിയ കൊണ്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്, എന്നിട്ട് എന്നെ വിളിക്കാതെ വർഷയാണ് ആദ്യം വിളിച്ചത് എന്ന് ശ്രുതിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അവസാനമായി ചന്ദ്ര ശ്രുതിയെ കൊണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട്. അത് കണ്ട് രേവതി തന്നെ വിളിക്കാത്തതില് കരഞ്ഞോണ്ട് നിൽക്കുവാണ്. രേവതി, നീയും പോയി വിളക്ക് കത്തിക്ക് എന്ന് രവിയേട്ടൻ പറയുമ്പോ, അച്ഛാ, ഇനി വിളക്ക് കത്തിക്കാൻ അതിൽ സ്ഥലമില്ല, എല്ലാരും കത്തിച്ചില്ലേ, ഇനി ആ വിളക്ക് കെടുത്തിയിട്ട് വേണം അടുത്തത് കത്തിക്കാൻ
എന്ന് പറയുവാണ് സച്ചി. ഇവൻ പറയുന്നത് കേട്ടില്ലേ, ആദ്യം തന്നെ അപശകുനായിട്ടാ സംസാരിക്കുന്നെ. വിളക്ക് കത്തിച്ചത് അത് അണക്കാൻ പറയുന്നു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു ചന്ദ്ര സച്ചിയോട് ചൂടാവുന്നുണ്ട്. ചന്ദ്രെ, നീ ചെയ്യുന്നത് നിനക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? മറ്റു 2 മരുമക്കളെ കൊണ്ടും നീ വിളക്ക് കത്തിച്ചില്ലേ, രേവതി മോളെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് അച്ഛൻ ചോദിക്കുവാണ്. അതിലിനി സ്ഥലമൊന്നും ബാക്കിയില്ല, ഞാൻ എന്തു ചെയ്യാനാ എന്നു പറഞ്ഞു നിൽക്കുവാണ് ചന്ദ്ര. അച്ഛാ, ഞാൻ കൊളുത്തിയില്ലെങ്കിൽ എന്താ? ആ വിളക്കില് എണ്ണ ഒഴിച്ചതും തിരിയിട്ട് വെച്ചതും ഞാനല്ലേ, എനിക്കത് മതി അച്ഛാ എന്നു പറഞ്ഞ് രേവതി കരയുന്നുണ്ട്. ഇനി എല്ലാരും എന്നെ ചന്ദ്രമതി ടീച്ചർ എന്നാ വിളിക്കാൻ പോകുന്നേ. ഇനി ഈ വീട്ടിൽ ദിവസവും ഡാൻസും പാട്ടും ഒക്കെ ആയിരിക്കും. പിന്നെ പുറത്തെ ബോർഡ് കണ്ട് ഒരുപാട് കുട്ടികൾ വരും. മാസത്തിൽ തന്നെ ഒരു 100 സ്റ്റുഡൻസ് വന്ന് ചേരും. അവർക്കെല്ലാവർക്കും ഈ ഹാള് പറ്റുമോന്നറിയില്ല. കുട്ടികൾ കൂടുമ്പോ ടെറസിൽ പന്തലിട്ട് അവിടെയും ക്ലാസ് തുടങ്ങും എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. പക്ഷേ ഉച്ചയായിട്ടും ആരും തന്നെ ആ വീട്ടിലേക്ക് വന്നില്ല. അവസാനം ബോർഡ് കണ്ട് ഒരാൾ ആ വീട്ടിലേക്ക് എത്തുകയാണ്. അകത്തേക്ക് വാ സർ എന്ന് പറഞ്ഞ് ചന്ദ്ര അയാളെ സ്വീകരിക്കുന്നുണ്ട്. കുട്ടിയുടെ അച്ഛനായിരിക്കും അല്ലേ? ഇവിടെ 100 സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നുണ്ട്. സ്റ്റുഡൻസിന് മാസം 2000 വെച്ചാ വാങ്ങിക്കുന്നേ. വീട് ഫുൾ AC ആണ്, കുട്ടിക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വീട് ഫുള്ള് ലൈറ്റ്, AC, ഫാൻ എല്ലാത്തിനും ഒരുപാട് കറന്റ് ആവില്ലേ എന്നയാൾ ചോദിക്കുമ്പോ, നിങ്ങളുടെ മകള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ, മകളെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര. ഏത് മകള്? എനിക്ക് മകളൊന്നുമില്ല. ഇതിനാ മകളെ ഇവിടെ ചേർക്കുന്നേ? ഞാൻ CB ഓഫീസിൽ നിന്നാ വരുന്നത്. ഇതിപ്പോ വീടല്ല, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോ ബില്ല് കെട്ടുമ്പോ 3 മടങ്ങ് ഇരട്ടി കെട്ടേണ്ടി വരും. അതുകൊണ്ട് റീഡിംഗ് ഒക്കെ ഇങ്ങനെ ആയിരിക്കില്ല, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നു പറഞ്ഞ് അയാളത് കൊടുത്തിട്ട് പോവാണ്. അല്ലെങ്കിൽ ഈ വീട്ടില് കറന്റ് ബില്ല് കൂടുതലാണ്, ഇനി ഇതിന് വേറെയും കെട്ടണോ? ഡാൻസ് പഠിക്കാനാണെങ്കിൽ ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല, എന്റെ ആഗ്രഹം ഒന്നും നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുവാണ് ചന്ദ്രമതി. അച്ഛാ, അമ്മ സന്ധ്യയായിട്ടും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കോഫി കൊടുത്തിട്ട് പോലും വേണ്ടാന്ന് പറയുന്നു. ക്ലാസ്സിൽ ആരും ചേരാത്തോണ്ട് അമ്മ നല്ല സങ്കടത്തിലിരിക്കുക എന്നൊക്കെ രേവതി പറയുമ്പോ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ആദ്യം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവളെ തേടി ആരെങ്കിലും വരുന്നുണ്ടോന്ന് അവള് നോക്കണമായിരുന്നു. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ മാത്രം ക്ലാസ് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇവൾക്കെല്ലാത്തിനും തിടുക്കപ്പെട്ട് ചെയ്യണല്ലോ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. ചന്ദ്ര സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് സച്ചി അങ്ങോട്ട് കയറി വരുവാണ്. അല്ല, ആരാ ഇതിരിക്കുന്നേ? നർത്തകി ചന്ദ്രമതിയല്ലേ? മുഖത്ത് എന്താ ഒരു ശോകഭാവം? ശോകഭാവത്തില് താണ്ഡവം ആടുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുന്നുണ്ട്. എടാ പോടാ അവിടെന്ന്, ഞാനാകെ ദേഷ്യത്തിലിരിക്കുവാണ്, ഞാൻ വല്ലതും വിളിച്ചു പറയും എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. സച്ചി, ഒന്നും മിണ്ടാതിരിക്ക്. അവള് തുടങ്ങിയ ഡാൻസ് സ്കൂളില് ഒരു കുഞ്ഞു പോലും വന്ന് ചേർന്നിട്ടില്ല, അതാ ഇങ്ങനെ വന്നിരിക്കുന്നേ. ഒരു തുള്ളി വെള്ളം പോലും ചന്ദ്ര ഇതുവരെ കുടിച്ചിട്ടില്ല എന്നച്ഛൻ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണോ ഈ ശോകത്തിന്റെ കാരണം? അല്ല അച്ഛാ, ഏതോ 40 സ്റ്റുഡന്റ് വന്നു ചേർന്ന് മാസം 80,000 സമ്പാദിക്കും എന്നൊക്കെ ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ ഒരാൾ പോലും വന്നു ചേർന്നില്ലേ എന്നു പറഞ്ഞ് സച്ചി കളിയാക്കി ചിരിക്കുവാണ്. എന്താടാ നിനക്കിപ്പോ സന്തോഷായോ? എനിക്ക് നല്ലത് സംഭവിക്കാത്തതില് നിനക്കും നിന്റെ ഭാര്യക്കും സന്തോഷം തന്നെയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ, ചന്ദ്രെ, തെറ്റ് നിന്റെ ഭാഗത്താണ്. ആദ്യം നിന്റെ ഡാൻസ് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നീ നോക്കണമായിരുന്നു, എന്നിട്ട് തുടങ്ങിയാൽ മതിയായിരുന്നു ഡാൻസ് സ്കൂള് എന്ന് രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെന്താ കാർ ഓടിക്കുന്നതും പൂ കെട്ടുന്നതും പോലെയുള്ള ഈസി കാര്യമാണെന്ന് വിചാരിച്ചോ? ഇതേ കലയാണ്, കല. ഈ നാട്ടിൽ ആർക്കും ഒരു കലാബോധവും ഇല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതാ അവര് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാത്ത. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം നശിച്ചു പോവണം. ഇവരൊക്കെ വിശ്വസിച്ച് ഡാൻസ് സ്കൂളിൽ തുടങ്ങിയ എന്നെ അതല്ലേണ്ടത് എന്നു പറഞ്ഞ് ചന്ദ്രമതി ശപിക്കുവാണ്. എന്തിനാ ചന്ദ്രേ നീ നാട്ടിലെ ജനങ്ങളെയൊക്കെ ശപിക്കുന്നേ? നിന്റെ ഡാൻസ് സ്കൂളിൽ പഠിക്കാൻ വന്നില്ലെങ്കിൽ നീ ശപിക്കോ? നീ ഒന്ന് മിണ്ടാതിരിക്ക് എന്നൊക്കെ അച്ഛൻ പറയുവാണ്. കുറച്ചു ഭക്ഷണമെങ്കിലും കഴിക്ക് എന്നു പറഞ്ഞ് രേവതി വരുമ്പോ, എല്ലാം നീ തന്നെ കഴിച്ചോടി, നിനക്ക് സന്തോഷായില്ലേ? നീ ഒറ്റൊരുത്തി കാരണമാണ് എന്റെ സ്കൂളില് ഒരു കുഞ്ഞു പോലും വരാത്തത് എന്നു പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ്. അവളുടെ കാര്യം വിട്ടേക്ക്, അവൾ എന്തോ സങ്കടത്തിൽ പറയുന്നതാണ്, നീ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ രവിയേട്ടൻ പറയുന്നുണ്ട്. രേവതി കാരണമാണെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അധികാരം? അവളാണോ ഡാൻസ് സ്കൂള് ഉദ്ഘാടനം ചെയ്തത്? അവളെ വിളക്ക് കൊളുത്താൻ പോലും അമ്മ വിളിച്ചില്ലല്ലോ. മറ്റു 2 മരുമക്കളെ കൊണ്ടല്ലേ അമ്മ ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ തന്നെ സംഭവിക്കണം. പിന്നെന്തിനാ രേവതിയുടെ മേൽ കുറ്റം ചുമത്തുന്നേ?
വർഷയുടെ അമ്മയുടെ കൈകൊണ്ടല്ലേ അമ്മ ആദ്യമായിട്ട് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവരെ വിളിച്ച് ചീത്ത പറയണം. അല്ലാതെ രേവതിയുടെ കൈ നല്ല രാശിയുള്ളതാണ്, വർഷയുടെ അമ്മയുടെ കൈയാണ് രാശിയില്ലാത്ത. കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് കയറി വരാത്ത. രേവതിയെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അമ്മയുടെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണം. അമ്മയുടെ മനസ്സിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അച്ഛാ. ഇത്ര ആർത്തി പിടിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ രേവതി അമ്മയുടെ പിന്നാലെ നടക്കാതെ? അവർക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ അവര് കഴിക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നു പറഞ്ഞ സച്ചി രേവതിയും കൂട്ടി ഊണ് കഴിക്കാനായി പോവാണ്. അടുത്ത ദിവസം ചന്ദ്രമതി ഡാൻസ് സ്കൂൾ തുറന്ന് കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുവാണ്. വൈകുന്നേരം വരെ ഇരുന്നിട്ടും ആരും തന്നെ ആ സ്കൂളിലേക്ക് കയറി വന്നില്ല.